ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ് അക്കാദമി. ഈ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണുള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ വരുന്ന ലെവലാണ് ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ നിന്നാണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികൾ അത് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യുന്നു. അവിടെ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് കാര്യമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ലീസ്റ്റ് തോട്ട്ഫുൾ ലെവൽ എന്നാണ് പറയുന്നത്. ദെൻ അതിന് തൊട്ട് മുകളിലുള്ളതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ അല്ലെങ്കിൽ തോട്ട്ഫുൾ ലെവൽ. ഈ ലെവലിൽ കുട്ടികൾ മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഏറ്റവും മുകളിൽ വരുന്നതാണ് റിഫ്ലക്റ്റീവ് ലെവൽ. മെൻ്റലി മെച്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ലെവൽ ഓഫ് ടീച്ചിങ് നടത്തുന്നത്. മോസ്റ്റ് തോട്ട്ഫുൾ ലെവലാണ്, അതായത് ഏറ്റവും ഹൈ ലെവലിലുള്ള തോട്ട് പ്രോസസ്സാണ് ഈ ലെവലിൽ നടക്കുന്നത്. സോ ഇത്രയാണ് 3 ലെവൽസിൻ്റെയും ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് ഓരോ ലെവലും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം വരുന്നത് മെമ്മറി ലെവലാണ്. മെമ്മറി ലെവലിൻ്റെ എയിം എന്ന് പറയുന്നത് ഇമ്പാർട്ട് ഇൻഫർമേഷൻ ഓർ നോളജ് ടു ദ ലേണർ. കുട്ടികൾക്ക് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുക. മെമ്മറൈസേഷൻ അല്ലെങ്കിൽ റോട്ട് ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ കുട്ടികളുടെ തിങ്കിങ് എബിലിറ്റിക്ക് അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അവരുടെ മെമ്മറിക്കാണ് ഈ ലെവലിൽ ഇമ്പോർട്ടൻസ്. നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അവരത് അങ്ങനെ തന്നെ മെമ്മറൈസ് ചെയ്യുന്നു. സ്റ്റുഡൻസ് ഓൺലി ക്രാം ഫാക്ട്സ് ദാറ്റ് ആർ ടോട്ട് ടു ദം. നമ്മളവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ അങ്ങനെ തന്നെ ക്രാം ചെയ്തെടുക്കുന്നു. ദെൻ റീപ്രൊഡ്യൂസ് ദ ലേൺഡ് ഇൻഫർമേഷൻ വെൻ റിക്വയർഡ്. ആവശ്യമുള്ളപ്പോൾ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് ആണ്. ടീച്ചറാണ് എല്ലാം ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കണം, ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പോർഷൻ കൊണ്ടുപോകേണ്ടത്, അതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ടീച്ചറാണ്. സോ ദ സ്റ്റഡി മെറ്റീരിയൽ ഷുഡ് ബി പ്രീ പ്ലാൻഡ്, ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം, ഒരു ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് മാനറിൽ. ദെൻ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഡോമിനേറ്റിംഗ് ആൻഡ് ആക്റ്റീവ്. ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ ടീച്ചറുടെ നടക്കുന്നത്. ബട്ട് ലേണറുടെ പാസീവ് പാർട്ടിസിപ്പേഷൻ ആണ്. ലേണർ ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നേ ചെയ്യുന്നുള്ളൂ, ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. ദെൻ ഓറൽ ആൻഡ് റിട്ടൺ ടെസ്റ്റ് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് മെമ്മറി ലെവൽ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ മെമ്മറി ലെവൽ, അതായത് എത്രത്തോളം അവർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓറൽ ടെസ്റ്റും റിട്ടൺ ടെസ്റ്റും നടത്തും. യൂഷ്വലി യൂസ്ഡ് ഇൻ ലോവർ ക്ലാസ്സസ്. ദെൻ ഇൻ്റലിജൻസ് ഡസ് നോട്ട് ക്യാരി എനി ഇമ്പോർട്ടൻസ് ഇൻ ദിസ് ലെവൽ ഓഫ് ടീച്ചിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഇൻ്റലിജൻസിന് ഈ ഒരു ലെവലിൽ ഇമ്പോർട്ടൻസ് ഇല്ല. നോളജ് അക്വയർഡ് ഇൻ ദിസ് ലെവൽ ഫോംസ് ദ ബേസിസ് ഫോർ ഫ്യൂച്ചർ. മെമ്മറി ലെവൽ ഏറ്റവും താഴെ വരുന്നൊരു ലെവലാണ്. സോ ഈ ഒരു ലെവലിൽ നമ്മൾ എന്താണോ അക്വയർ ചെയ്യുന്നത് അത് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഒരു ബേസിസ് അല്ലെങ്കിൽ ഒരു അടിത്തറയായിട്ട് ആക്ട് ചെയ്യും. ഇത്രയാണ് നമുക്ക് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ പഠിക്കാനുള്ളത്. ദെൻ അടുത്തത് വരുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നമ്മൾ പറഞ്ഞു കുട്ടികളെ മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ലേൺ ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ദെയർ യൂസ് ആൻഡ് പർപ്പസ്. ഇവിടെ കുട്ടികൾ മെമ്മറി ലെവലിൽ അക്വയർ ചെയ്ത ഫാക്ട്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുകയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് എവിടെയെല്ലാം യൂസ് ചെയ്യാം, അതിൻ്റെ പേർപ്പസ് എന്താണ്, എല്ലാം അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് നടക്കുന്നത്. ആൻഡ് പെർസീവ് ദ മീനിങ്, ഗ്രാസ്പ് ദ ഐഡിയ ആൻഡ് കോംപ്രിഹെൻഡ് ദ മീനിങ്. ഓരോ കുട്ടിയും അവരുടേതായ രീതിയിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. സോ അവരുടേതായ എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് അവരൊരു കാര്യത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. Then teacher explains the relationship between principles and facts and teaches how these principles can be applied. മെമ്മറി ലെവലിൽ നമ്മൾ പഠിച്ച ഫാക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, ദെൻ ഇതെവിടെയെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെമ്മറി ലെവലിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബൈഹാർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഓർത്ത് വെച്ചിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹയർ ലെവൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. അതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നടക്കുന്നത്. ദെൻ സ്റ്റുഡൻസ് മേക്ക് യൂസ് ഓഫ് ദെയർ തിങ്കിങ് എബിലിറ്റീസ്. ഇവിടെ തിങ്കിങ് എബിലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത്. മെമ്മറി ലെവൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലേക്ക് വരുന്നത്. സോ മെമ്മറി
പ്ലസ് തിങ്കിങ് എബിലിറ്റി. ഇത് രണ്ടും ഒരുമിച്ച് ഒരേപോലെ നടക്കുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ. Then mental level development of the learner is at a higher level than that of memory level. മെമ്മറി ലെവലിനേക്കാളും ഒരു പടി മുകളിലാണ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ലേണറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ. ദിസ് എനേബിൾസ് സ്റ്റുഡൻസ് ടു ഹാവ് കംപ്ലീറ്റ് കമാൻഡ് ഓവർ സബ്ജക്റ്റ് മെറ്റീരിയൽ. ഈ ലെവലിൽ കുട്ടികൾക്കായിരിക്കും സബ്ജക്റ്റ് മെറ്റീരിയലിൽ കംപ്ലീറ്റ് കമാൻഡ്. Then the new knowledge acquired at this level is related to the earlier knowledge gained. നമ്മൾ നേരത്തെ എന്താണോ പഠിച്ചത്, മെമ്മറി ലെവലിൽ എന്താണോ പഠിച്ചത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ നോളജാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ അക്വയർ ചെയ്യുന്നത്. ദെൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും ഈ ലെവലിൽ. ഫോർ എക്സാമ്പിൾ ഫ്ലാഷ് കാർഡ്സ്, പിക്ചേഴ്സ്, TV, അങ്ങനെ വിഷ്വലൈസേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത് കൂടുതൽ നല്ലൊരു രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ essay ആയിരിക്കും. ദെൻ സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ ബോത്ത് പ്ലേ ആൻ ആക്റ്റീവ് റോൾ. രണ്ടുപേരും ആക്റ്റീവ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ഇത്രയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. നെക്സ്റ്റ് വരുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിൽ നടക്കുന്നത് ഗിവിങ് കെയർഫുൾ തോട്ട് ടു സംതിങ് ഓവർ സം ടൈം. കുറച്ച് സമയത്തേക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ റിസർച്ച് അല്ലെങ്കിൽ PhD. അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ടോപ്പിക് എടുക്കുന്നു, അതിനെക്കുറിച്ച് എത്ര ഡീപ്ലി പോവാമോ അത്രയും ഡീപ്പായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നു. ദെൻ ഹൈലി തോട്ട്ഫുൾ ആൻഡ് യൂസ്ഫുൾ ലെവലാണിത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ദെൻ തിങ്കിങ് ഡീപ്ലി അബൌട്ട് സംതിങ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഐഡൻറ്റിഫൈ എ പ്രോബ്ലം, ഡിഫൈനിങ് ഇറ്റ് ആൻഡ് ഫൈൻഡിങ് എ സൊല്യൂഷൻ ടു ഇറ്റ്. ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ അതെന്താണെന്ന് മനസ്സിലാക്കുക, ഡിഫൈൻ ചെയ്യുക, ദെൻ അതിന് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സെയിം റിസർച്ചിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. ടീച്ചർ ഇൻസ്പയർ സ്റ്റുഡൻസ് ടു റിഫ്ലക്ട് ആൻഡ് ഇൻട്രോസ്പെക്ട് ഓൺ ദ ടോട്ട് മെറ്റീരിയൽ. ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. അതിനുവേണ്ടി ടീച്ചർ കുട്ടികളെ ഇൻസ്പയർ ചെയ്യും. ദെൻ അപ്പാർട്ട് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഡിമാൻഡ് ദ യൂസ് ഓഫ് ഹയർ മെൻ്റൽ പ്രോസസ്. മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഇതിലൊരു ഹൈ മെൻ്റൽ പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ട്. റീസണിങ്, തിങ്കിങ്, അനലൈസിങ്, ഇമാജിനേഷൻ, നമ്മുടെ ഇമാജിനറി കൺസെപ്റ്റ്സ് എല്ലാം ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഇൻവോൾവ് ആണ്. ദെൻ പ്രോബ്ലം സെൻറ്റേർഡ് ടീച്ചിങ് ആണ്. സ്റ്റുഡൻസ് ആർ അസ്യൂംഡ് ടു അഡോപ്റ്റ് സം സോർട്ട് ഓഫ് റിസർച്ച് മെത്തേഡ് ടു സോൾവ് ദ പ്രോബ്ലം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിസർച്ച് മെത്തേഡ് കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യും. Then student is core, active and primary while teachers become secondary and passive. ഇവിടെ നേരെ തിരിഞ്ഞു. സ്റ്റുഡൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് ആക്റ്റീവ് റോളാണ്, ബട്ട് ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് പാസീവ് ആണ്. സ്യൂട്ടബിൾ ഓൺലി ഫോർ മെൻ്റലി മെച്യൂർഡ് ചിൽഡ്രൻ. ഹയർ ലെവലിലുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അറ്റ് ദിസ് ലെവൽ സ്റ്റഡി മെറ്റീരിയൽ ഇസ് നെയ്തർ ഓർഗനൈസ്ഡ് നോർ പ്രീ പ്ലാൻഡ്. മെമ്മറി ലെവലിലാണ് ഏറ്റവും കൂടുതൽ പ്രീ പ്ലാനിങ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നടക്കുന്നത് ടോപ്പിക്കിൻ്റെ. ബട്ട് ഈ ഒരു ലെവലിൽ ഓർഗനൈസ്ഡ് വേയിലായിരിക്കില്ല നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. Therefore, students cannot acquire systematic and organized knowledge of their study courses. ഒരു പ്രീ പ്ലാനിങ് നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഉണ്ടാവില്ല. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ഈ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ ബേസ് ചെയ്ത് നെക്സ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഐഡൻറ്റിഫൈ ദോസ് ഫീച്ചേഴ്സ് ഓഫ് ലേണർ ബിഹേവിയർ വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ലേണറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ദ സ്റ്റുഡൻറ്റ് റെൻഡേഴ്സ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേർഡ്സ്. ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നതാണ്. ഓരോ കുട്ടിയും അവരുടേതായ രീതിയിൽ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ മനസ്സിലാക്കും. ദെൻ ദ സ്റ്റുഡൻറ്റ് ഇമ്മീഡിയറ്റ്ലി റീകോൾസ് ദ ഫാക്ട് ടോട്ട്. നോ, അത് മെമ്മറി ലെവലിലാണ് വരുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ റീകോൾ ചെയ്യുക അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റീകോൾ ചെയ്യുകയോ ചെയ്യുന്നത് മെമ്മറി ലെവലിലാണ്. സോ ആ ഓപ്ഷൻ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ദ സ്റ്റുഡൻറ്റ് ഗീവ്സ് ഹിസ് ഓർ ഹെർ ഓൺ എക്സാമ്പിൾസ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ എ പോയിൻറ്റ്. ഒരു പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഓരോ കുട്ടിയും അവരുടേതായ എക്സാമ്പിൾസ് യൂസ് ചെയ്യും. യെസ്, അതും അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നതാണ്. ദെൻ ദ സ്റ്റുഡൻറ്റ് ഇൻ്റർപ്രറ്റ്സ് ദ മീനിങ് ഇൻ വേരിയസ് വേയ്സ്.
പലതരത്തിലായിരിക്കും കുട്ടികൾ മനസ്സിലാക്കുന്നത്. സോ പലതരത്തിലായിരിക്കും അവരതിനെ ഇൻ്റർപ്രേറ്റ് ചെയ്യുന്നത്. ആ ഓപ്ഷനും അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നതാണ്. ദെൻ ദ സ്റ്റുഡൻറ്റ് റീപ്രൊഡ്യൂസസ് കറക്റ്റ്ലി ദ സീക്വൻസ് ടോട്ട്. നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അത് അങ്ങനെ തന്നെ ആ ഒരു സീക്വൻസിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുക. അത് വരുന്നത് മെമ്മറി ലെവലിലാണ്. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അവർ ബൈ ഹാർട്ട് ചെയ്ത് അങ്ങനെ തന്നെ എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ആ ഓപ്ഷനും റൂൾ ഔട്ട് ചെയ്യും. സോ ഓപ്ഷൻസ് എ, സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ 4 എ, സി ആൻഡ് ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.